നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാഹുബലിയെ പറ്റി പറഞ്ഞു. അതായത് ബാഹുബലിയിൽ അഭിനയിച്ചതിൽ പിന്നെ അതിലെ നടന്മാർക്ക് എല്ലാം കഷ്ടകാലമാണ് എന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതിനേക്കാൾ ടെററായ മറ്റൊരു സംഭവമാണ് നമ്മുടെ വിജയണ്ണന്റേത്. വിജയണ്ണൻ എന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ അന്ന് തുടങ്ങി വിജയണ്ണന്റെ കഷ്ടകാലമെന്ന് പലരും വിശ്വസിക്കുന്നു. വിജയണ്ണന്റെ ലാസ്റ്റ് മൂവി ബ്ലോക്കായി, വിജയണ്ണനും മകനും തമ്മിൽ പ്രശ്നം, വിജയണ്ണന് ഡൈവോഴ്സ് കേസ്, പാർട്ടിക്ക് അകത്തും പുറത്തും പ്രശ്നം, ഏറ്റവും ഡേഞ്ചറായ ലീഗലി വരെയുള്ള പ്രശ്നം. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിജയണ്ണന്റെ കരിയർ ഒരു പീക്ക് കരിയർ ആയിരുന്നു. ഇതിൽ വന്നപ്പോൾ എല്ലാം പോയി. ഇനിയെങ്കിലും വിജയണ്ണൻ പഴയതുപോലെ തിരിച്ചു വന്ന സിനിമയിൽ അഭിനയിക്കുമോ എന്നെല്ലാമാണ് പലരുടെയും ഡൗട്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്സിന് മുമ്പുള്ള വിജയണ്ണൻ എങ്ങനെയായിരുന്നു, നിലവിലെ വിജയണ്ണന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊളിറ്റിക്സിന് മുമ്പുള്ള വിജയണ്ണന്റെ ലാസ്റ്റ് സിനിമകൾ നോക്കിയാൽ 2019 ഇറങ്ങിയ ബിഗിൽ എന്ന സിനിമ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. നമുക്കറിയാം, സിനിമയുടെ കളക്ഷൻ കൂടുന്തോറും നടന്റെ ബ്രാൻഡ് വാല്യൂ കൂടിക്കൂടി വരും. പിന്നീട് വന്ന സിനിമയാണ് മാസ്റ്റർ. ഈ ഒരു സിനിമയ്ക്ക് നല്ല ഹൈപ്പായിരുന്നു. കാരണം നമുക്കറിയാം, ലോകേഷിന്റെ കൈദി എന്ന സിനിമ നല്ല രീതിയിൽ വൈറലായി. കൈദിയുടെ ഡയറക്ടറായ ലോകേഷും വിജയണ്ണനും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ. ഇത് മാത്രം മതി സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് കയറാൻ. പക്ഷെ ലോകേഷിന്റേതായ ചില സെപ്പറേറ്റ് ഹൈപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക വിജയെ നിങ്ങൾക്ക് കാണാമെന്ന്. അപ്പോൾ ആളുകൾ കരുതി ഇത് കൈദി പോലെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും, വിജയണ്ണന്റെ ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ ആയിരിക്കുമെന്ന്. പക്ഷെ പടം ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ടിപ്പിക്കൽ വിജയണ്ണൻ സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. പക്ഷെ വിജയ് സേതുപതിയുടെ കാര്യം നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ഒരു പേരൊക്കെ ഇട്ട് ഒരു പ്രത്യേക വില്ലൻ ക്യാരക്ടർ. അങ്ങനെ നോക്കുമ്പോൾ ഇതിലൊരു പുതിയ വിജയ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആളുകൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത് വിജയണ്ണനെയാണ്. വിജയണ്ണൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ല എങ്കിലും ചെറിയ ചില ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇത് സിനിമയ്ക്ക് ചെറിയ രീതിയിൽ നെഗറ്റീവ് വരാൻ കാരണമായി. പിന്നീട് ലോകേഷ് പറഞ്ഞു, ഇതൊരു 50% എന്റെ സിനിമയാണ്, ഒരു 50% വിജയ് സിനിമയാണ്, ഇതുവരെ കാണാത്ത വിജയണ്ണൻ. അങ്ങനെയൊന്നും ലോകേഷ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ ഫാൻസുകാർക്ക് വേണ്ടി ഇറക്കുന്ന ഒരു സിനിമയാണ്, എന്റെ വക ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആണ്, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്തു പോകും, ഒരു സ്പെഷ്യൽ ബൂസ്റ്റ് കിട്ടുമായിരുന്നു. എന്തൊക്കെയായാലും ചെറിയ രീതിയിൽ നെഗറ്റീവ് വന്നത് സിനിമയുടെ കളക്ഷനെ അങ്ങനെ ബാധിച്ചിട്ടില്ല. സിനിമ വലിയൊരു വിജയമായിരുന്നു, 300 കോടിക്കടുത്ത് കളക്ഷൻ നേടി. പിന്നീട് ചെയ്ത സിനിമയാണ് ബീസ്റ്റ്. ഈ ഒരു സിനിമ KGF 2മായി ക്ലാഷ് വെച്ച് ഡയറക്ടറിന് നല്ലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. KGF സിനിമയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ സിനിമയാണ്. ഇതുകൊണ്ട് തന്നെ KGF 2ന് നല്ല ഹൈപ്പായിരുന്നു. അങ്ങനെ 2 പടവും റിലീസായി. ബീസ്റ്റ് സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു, KGF സിനിമയ്ക്കാണെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ്. അങ്ങനെ ബീസ്റ്റ് സിനിമ ക്ലാഷിൽ ഫ്ലോപ്പായി. സിനിമ നല്ല രീതിയിൽ എയറിൽ കയറി. അങ്ങനെ സൺ പിക്ചേഴ്സിന് ലോസ് ഉണ്ടായത് കൊണ്ട് ഈ നസ്ലിനെ എടുത്ത് ജയിലർ സിനിമയിൽ നിന്ന് മാറ്റിയാലോ എന്ന് വരെ അവർ ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷെ രജനീകാന്ത് പറഞ്ഞതുകൊണ്ട് അവരൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തു. അങ്ങനെ നമുക്കറിയാം, ജയിലർ സിനിമ റിലീസായി. സിനിമ സൗത്ത് ഇന്ത്യ ടോട്ടലായി പിടിച്ചു 600 കോടിക്ക് മേലെ കളക്ഷൻ നേടി. 2.0 സിനിമ കഴിഞ്ഞാൽ തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ സിനിമയായി ജയിലർ മാറി. ഡയറക്ടർ നെൽസന്റെ ഒരു മാസീവായ മോട്ടിവേഷണൽ കംബാക്ക് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ എക്സ്ട്രാ സാലറി കൂടാതെ എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ കൂടി സൺ പിക്ചേഴ്സ് കമ്പനി കൊടുത്തു. പിന്നീട് വന്ന സിനിമയാണ് വാരിസ്. സിനിമ ഒരു ഹിറ്റ് സിനിമയായിരുന്നെങ്കിലും കേരളത്തിലൊന്നും ഒരു മാസീവ് വിജയം നേടിയിട്ടില്ല. സിനിമ 300 കോടി കളക്ഷൻ നേടിയെന്ന് നമ്മൾ ചില പോസ്റ്റേഴ്സ് കണ്ടു. പക്ഷേ പിന്നീട് തമിഴ്നാട് തിയേറ്റർ അസോസിയേഷൻ ഇത് മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്തത്. സിനിമയുടെ കളക്ഷൻ 300 കോടിയിൽ താഴെയാണ്, മാർക്കറ്റിങ്ങിന് വേണ്ടി 300 കോടി പോസ്റ്റേഴ്സ് പുറത്തുവിട്ടു എന്ന് പറഞ്ഞു. ഈ ഒരു സിനിമ തുനിവ് സിനിമയുമായി ക്ലാഷ് ആയിരുന്നു. ഇതൊരു 200 കോടിക്ക് മേലെ കളക്ഷൻ നേടി. വാരിസിന്റെ കളക്ഷൻ തിയേറ്റർ അസോസിയേഷൻ തള്ളിയപ്പോൾ അജിത്ത് ഫാൻസിന്റെ ഒരുപാട് ട്രോളുകളും ഈ ഒരു സിനിമയ്ക്ക് വന്നിരുന്നു. ചിലപ്പോൾ റിയലിസ്റ്റിക്കലി ഉള്ള കളക്ഷൻ 300 കോടിയിൽ താഴെയായിരിക്കാം. പിന്നെ വന്ന സിനിമയാണ് ലിയോ സിനിമ. നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. വിക്രം സിനിമയ്ക്ക് ശേഷം ലോകേഷിന്റെ നെക്സ്റ്റ് മൂവിയായിരുന്നു ലിയോ. വിക്രം സിനിമ സൗത്ത് ഇന്ത്യ മുഴുവൻ ഹിറ്റായി, നോർത്തിലും ചെറിയ രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ലിയോ സിനിമയ്ക്ക് LCU വക എക്സ്ട്രാ ഹൈപ്പായിരുന്നു. അങ്ങനെ സിനിമ റിലീസായി 600 കോടിക്ക് മേലെ കളക്ഷൻ നേടി. തമിഴിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ സിനിമയായി മാറി. ചെറിയ ഡിഫറൻസേ ഉള്ളൂവെങ്കിലും ജയിലർ സിനിമയെ വെട്ടിച്ചു. അങ്ങനെ വിജയണ്ണൻ കരിയറിന്റെ പീക്ക് ലെവലിലെത്തി സൗത്ത് ഇന്ത്യ മുഴുവനും പിടിച്ചു. ഈ വർഷം തന്നെ ജയിലർ 2 സിനിമ വരുന്നുണ്ട്. പക്ഷെ നിലവിൽ ലിയോ സിനിമയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ സിനിമ. പിന്നീട് വന്ന സിനിമയാണ് ഗോട്ട് സിനിമ. ലിയോ സിനിമയ്ക്ക് ശേഷമുള്ള സിനിമയായതുകൊണ്ട് നല്ല ഹൈപ്പായിരുന്നു. പക്ഷെ ഗോട്ട് സിനിമ റിലീസായപ്പോൾ
ഒരു ആവറേജ് ടു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ 400 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ഇനി വരാനിരിക്കുന്ന സിനിമയാണ് ജനനായകൻ എന്ന നിലവിൽ ബ്ലോക്കായി കിടക്കുന്ന സിനിമ. അങ്ങനെ നോക്കിയാൽ വിജയണ്ണൻ അവസാന സിനിമകളിൽ കരിയറിന്റെ പീക്കിലായിരുന്നു. ഇനി പൊളിറ്റിക്സിൽ പോകാതെ സിനിമയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വിജയണ്ണൻ ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് ആകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ അല്ലു അർജുന്റെ കാര്യം നോക്കിയാൽ അല്ലു അർജുൻ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആയിരുന്നു, ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് ആയിരുന്നില്ല. അല്ലു അർജുന്റെ പുഷ്പ 1 സിനിമ 400 കോടിയോ 600 കോടിയോ കളക്ഷൻ നേടിയിട്ടില്ല, 350 കോടിക്കടുത്താണ് കളക്ഷൻ. വിജയണ്ണനും രജനീകാന്തും 600 കോടിക്ക് മേലെ കളക്ഷൻ നേടി സൗത്ത് ഇന്ത്യ മുഴുവനും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 600 കോടി കളക്ഷനിൽ 30-40 കോടി മാത്രമേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളൂ. ബാക്കി ഭൂരിഭാഗവും സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. നോർത്തിനെ അങ്ങനെ കാര്യമായി പിടിച്ചിട്ടില്ല. പക്ഷേ പുഷ്പ 1ന്റെ കാര്യം നോക്കിയാൽ 100 കോടിക്ക് മേലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നേടി. പുഷ്പയിലെ സോങ്സ്, പ്രമോഷൻ ഇതെല്ലാം നോർത്തിൽ വൈറലായി. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവരെങ്ങനെയൊക്കെയോ നോർത്തിനെ പിടിച്ചു. നോർത്തിനെ പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ടത് നോർത്ത് മാത്രം വിചാരിച്ചാൽ സിനിമയ്ക്ക് 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടാം. പുഷ്പ 2ന്റെ കാര്യം നോക്കിയാൽ 1000 കോടിക്ക് മേലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടും. ഇനി ദുരന്തർ 1 സിനിമ നോക്കിയാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു 100 കോടിക്കടുത്ത് മാത്രമേ കളക്ഷൻ ഉള്ളൂ. പക്ഷെ 1000 കോടിക്ക് മേലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടി. 1000 കോടി കയറിയ ഏത് സിനിമ നോക്കിയാലും ഇവരെല്ലാം നോർത്തിനെ പിടിച്ചവരാണ്. അപ്പോൾ ഓൾറെഡി സൗത്ത് ഇന്ത്യയിൽ നിന്ന് 600 കോടിക്ക് മേലെ കളക്ഷൻ നേടാൻ കഴിവുള്ള, സൗത്ത് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ കഴിവുള്ള രജനീകാന്തോ വിജയണ്ണനും നോർത്ത് ഇന്ത്യ കൂടി പിടിച്ചാൽ അതൊരു 1.5 മാസീവ് കളക്ഷൻ ആയിരിക്കും. വിജയണ്ണന് സിനിമയിൽ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും നോർത്തിനെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. ലാസ്റ്റ് സിനിമകൾ വലിയൊരു വിജയം നേടി. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളും വെറൈറ്റി പ്രൊജക്ടുകളും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നിലവിലെ വിജയണ്ണന്റെ കാര്യം നോക്കിയാൽ ആദ്യം സംഭവിച്ച കാര്യമാണ് വിജയണ്ണന് ഹേറ്റേഴ്സും എനിമീസും നന്നായിട്ട് കൂടും. സിനിമയുടെ ടൈമിൽ ഫാൻസുകാർ തമ്മിലുള്ള ഹേറ്റേഴ്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വിജയണ്ണന് പാർട്ടിപരമായി ഹേറ്റേഴ്സ് ഉണ്ട്, മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഹേറ്റേഴ്സ് ട്രിപ്പിൾ സ്ട്രോങ് ആയി. നമ്മൾ ഈ DMK പാർട്ടി നോക്കിയാൽ 1949 ടൈം മുതലേ ഉള്ള വളരെ സ്ട്രോങ് ആയ ഒരു ബേസ് പാർട്ടിയാണ്. തമിഴ്നാട്ടിലെ ഒരു വലിയ പെർസെന്റേജ് ആളുകൾ ഈ ഒരു പാർട്ടിയിൽ മെമ്പേഴ്സാണ്. അപ്പോൾ വിജയണ്ണൻ എതിർ പാർട്ടി ആയതുകൊണ്ട് വിജയണ്ണനെയും പാർട്ടിയെയും ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് ഏറ്റവും ഡേഞ്ചർ ആയ ഒരു പ്രശ്നം. അതാണ് വിജയണ്ണനെതിരെയുള്ള ലീഗൽ കേസ്. അതായത് നമുക്കറിയാം കരൂർ അപകടം, കുട്ടികളടക്കം ഏകദേശം 40ഓളം പേർ മരണപ്പെട്ടു. ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ ക്രൗഡ് കൂടിയാൽ എങ്ങനെയാണ് ആളുകൾ മരണപ്പെടുന്നതെന്ന്. ഇതിനെ പറയുന്ന പേരാണ് ക്രൗഡ് ക്രഷ് അല്ലെങ്കിൽ സ്റ്റാമ്പീഡ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് തിങ്ങി നിറയുമ്പോൾ ആ ഒരു ക്രൗഡ് കാണാൻ ഏകദേശം ഒരു തിരമാല പോലെയാവും. ബാക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ തള്ളുന്നു, ആ ഒരു വേവ് ഫ്രണ്ടിലേക്ക് പോകും. ആളുകളെല്ലാം വേർത്ത് ചൂടെടുത്ത് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും നിൽക്കുക. ഇങ്ങനെ ആളുകളുടെ ഇടയിൽ പെട്ട് തിങ്ങി ഞെരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് വികസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല, ഓക്സിജനും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് നേരം നിന്നാൽ നമുക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. മറ്റൊരു കാര്യമാണ്, നമുക്ക് ഓക്സിജൻ കിട്ടാതെ നമ്മൾ തല കറങ്ങി താഴെ വീഴും. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ചവിട്ടും. ആളുകൾക്ക് മാറാൻ പറ്റുന്നില്ല, അറിയാതെ ഒരുപാട് ആളുകൾ ചവിട്ടും. അങ്ങനെ ചവിട്ടി നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് തകർന്നു പോകും. വളരെ ഡേഞ്ചർ ആയ ഒരു സംഭവമാണ്. വിജയണ്ണൻ 10,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തു. 10,000-ന് മേലെ താങ്ങാനുള്ള സ്പേസ് ആ ഒരു സ്ഥലത്തിന് ഇല്ല. എന്നാൽ അവിടെ വന്നതാണെങ്കിൽ 50,000, 60,000 ആളുകൾ. ഇങ്ങനെ അധികം വന്ന ഭൂരിഭാഗം ആളുകളും വിജയണ്ണന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, വിജയണ്ണന്റെ ഫാൻസ് ആയിരുന്നു. വിജയണ്ണനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പല ആളുകളും കയ്യിൽ കുഞ്ഞുങ്ങളുമായി വന്നു. പരിപാടി വൈകിട്ട് 3 മണിക്കായിരുന്നു. പക്ഷെ വിജയണ്ണൻ എത്തിയത് 7:30 ടൈമിലായിരുന്നു. പക്ഷെ ഫാൻസുകാരാണെങ്കിൽ 11 മണിക്കേ വന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവിടെ ക്രൗഡ് ക്രഷ് നടന്നു. മൊത്തത്തിലുള്ള ചൂട്, ആളുകൾ തമ്മിലുള്ള തിക്ക്, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മണിക്കൂറുകളോളം നിന്നത്, ഓക്സിജൻ ലെവൽ കുറഞ്ഞത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ തലകറിഞ്ഞു വീണു. ഇവർക്ക് കുടിക്കാനായി വിജയണ്ണൻ വെള്ളം കുപ്പികൾ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ വിജയണ്ണന്റെ കയ്യിൽ നിന്നുള്ള കുപ്പി വാങ്ങാൻ വേണ്ടി ഒരുപാട് ഫാൻസ് തമ്മിൽ ഉന്തും തള്ളുമായി. അങ്ങനെ താഴെ വീണ ആളുകൾക്ക് അപകടം പറ്റി. ആംബുലൻസിനടുത്തേക്ക് എത്താനേ പറ്റിയില്ല. എത്തിയപ്പോഴേക്കും പല ആളുകളും മരണപ്പെട്ടു. ഇങ്ങനെയാണ് റിപ്പോർട്ട് ഉള്ളത്. വിജയണ്ണന്റെ പാർട്ടി പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി, പോലീസ് അറേഞ്ച്മെന്റ്, സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ഇതൊന്നും കറക്റ്റ് ആയില്ല എന്ന്. DMK പാർട്ടി പറയുന്നത് ഇത് ഓർഗനൈസ് ചെയ്തത് തന്നെ വിജയണ്ണനാണ്, വേണ്ട മുൻകരുതലുകൾ വിജയണ്ണൻ എടുത്തില്ല എന്നാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാവാം. നിലവിൽ ഈ ഒരു കേസ് CBI അന്വേഷിക്കുകയാണ്. എന്തൊക്കെയായാലും ഇത് ക്രൗഡ് കൺട്രോളിൽ ഉണ്ടായ മിസ്റ്റേക്കാണ്.
ഈ രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒരു ടീം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായും തടയാൻ കഴിയുമായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ എത്ര വലിയ ക്രൗഡിനെയും കൺട്രോൾ ചെയ്യാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മൈക്കിൾ ജാക്സൺ. പക്ഷെ മൈക്കിൾ ജാക്സന്റെ ക്രൗഡ് വരെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. മൈക്കിൾ ജാക്സന്റെ ഷോയ്ക്കിടയിൽ പല ആളുകൾ തലകറങ്ങി വീണിട്ടുണ്ട്. പക്ഷെ അവരാരും മരണപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ഹെൽപ്പ് കൊടുക്കുന്നു. വളരെ പവർഫുൾ ആയ ക്രൗഡ് കൺട്രോളിംഗ് ആണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ടോപ്പ് പോപ്പുലേഷൻ ഉണ്ട്. ഒരുപാട് ക്രൗഡുകളുള്ള വലിയ വലിയ എവന്റ്സ് നടക്കുന്നുണ്ട്. ഈ മൈക്കിൾ ജാക്സൺ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വിജയണ്ണൻ ഇതിനു മുമ്പും പല പരിപാടികൾക്ക് പോയിട്ടുണ്ട്. നമ്മുടെ വിജയണ്ണൻ, സൂര്യണ്ണൻ, രജനികാന്ത്, അജിത്ത് ഇവരെല്ലാരും കൂടി ഒരുമിച്ചുള്ള അവാർഡ് ഷോകൾ വരെ നടക്കാറുണ്ട്. ഇത് കാണാൻ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നെന്ന് വരാം. പക്ഷേ ചില ടൈമിൽ 10,000 പേരോ 20,000 പേരോ മാത്രമേ ഇതിന്റെ അകത്ത് ഉണ്ടാവാറുള്ളൂ. ബാക്കി എല്ലാവരും തിരികെ മടങ്ങിപ്പോവും. ഇതെങ്ങനെയെന്നാൽ നല്ലൊരു പ്ലാനിങ്ങിലൂടെ ഇത് മൊത്തത്തിൽ ലിമിറ്റ് ചെയ്യും. കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആളുകളെ കയറ്റി ബാക്കിയുള്ള ആളുകളെ ബാരിക്കേഡുകൾ, സെക്യൂരിറ്റി എല്ലാം യൂസ് ചെയ്ത് മൊത്തത്തിൽ ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ക്രൗഡ് കൺട്രോളിങ്ങിലെ മിസ്റ്റേക്കാണ്. ഈ ഒരു കേസ് ഓൺഗോയിങ് ആണ്. റിസൾട്ട് വരാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ വിജയണ്ണൻ ഓർഗനൈസർ ആയതുകൊണ്ട് റിസ്ക് വളരെ കൂടുതലാണ്. അടുത്തത് വിജയണ്ണന്റെ ഡൈവോഴ്സ് കേസാണ്. നമുക്കറിയാം, വിജയണ്ണന്റെ വൈഫായിട്ടുള്ള സംഗീത വിജയ് ഒരു ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. ഈ ഒരു ഫയലിൽ പറയുന്നത് 2021 ടൈം മുതൽ വിജയണ്ണന് മറ്റൊരു ആക്ട്രസുമായി ബന്ധമുണ്ട്. ഒരു തവണ പൊക്കിയതാണ്. പക്ഷെ അണ്ണൻ ഇത് വീണ്ടും തുടർന്നു. കഴിഞ്ഞ വർഷം വരെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷെ അണ്ണൻ സമ്മതിച്ചില്ല. ഇതുകൊണ്ടാണ് ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്തത് എന്നാണ് ഈ ഒരു ഫയലിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, വിജയണ്ണന് പാർട്ടി ബേസിൽ ഒരുപാട് ഹേറ്റേഴ്സും പുതിയ എനിമീസും ഒന്നുണ്ട്. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ അത് വലിയ രീതിയിൽ വൈറലായി. ചില ആളുകൾ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് പോലെ വിജയണ്ണന്റെ റിലേഷൻ ടൈമിലെയും കണ്ടുപിടിക്കാൻ അറിഞ്ഞു. അങ്ങനെ ഒരു തമിഴൻ ഇട്ട പോസ്റ്റാണിത്. ഞാൻ വിജയണ്ണന്റെ ടൈമിലെയും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട പോസ്റ്റാണിത്. ഇതിൽ പറയുന്നത് 2004 മുതൽ 2008 വരെ ഇവർ 4 സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. 2021 ടൈം ആയപ്പോൾ PS1 സെലിബ്രേഷനിൽ അണ്ണനും തൃഷയും ഒരേ ഡ്രസ് കോഡിൽ വന്നു. തൃഷ ഒരു വെഡിങ് റിംഗ് ധരിക്കാറുണ്ട്. ഇതുപോലെ മറ്റു നടന്മാരുടെ ബർത്ത്ഡേക്ക് തൃഷ വിഷ് ചെയ്യാറില്ല. പക്ഷെ അണ്ണന്റെ ബർത്ത്ഡേക്ക് കറക്റ്റായി വിഷ് ചെയ്യുന്നു. മറ്റു നടന്മാരുടെ ഫോട്ടോസ് മൂവി പ്രൊമോഷൻ ടൈമിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അണ്ണന്റെ റാൻഡമായി പോസ്റ്റ് ചെയ്തു. ഇതുപോലെ തൃഷ ഇടയ്ക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട്. അതിന്റെ പോസ്റ്റുകളും ഇടാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോട്ടോയിൽ അത് സോളോ ട്രിപ്പ് അല്ല. അതിൽ അണ്ണനും ഉണ്ടായിരുന്നു. ഈ ഒരു ഷൂ അണ്ണന്റേതാണ്. ആ ഒരു ഫോട്ടോ എടുത്തത് തന്നെ അണ്ണനാണ്. ഇതുപോലെ നോർവേയിൽ വെച്ചുള്ള CCTV ഫോട്ടോ അടക്കം ജാതകം എഴുതിയതുപോലെ ഒരു തമിഴൻ ഒരു വലിയ പോസ്റ്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. ഇത് വലിയ രീതിയിൽ വൈറലായി. ഇതുപോലെ മുന്നേ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തു എന്നുള്ള ന്യൂസ് വൈറലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വിജയണ്ണനും തൃഷയും കല്യാണത്തിന് പോയത് വൈറലായ ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു ഡൈവോഴ്സ് ഫയൽ നോക്കിയാൽ തൃഷയുടെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പേര് മെൻഷൻ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേരിലും വിജയണ്ണന് ഹേറ്റേഴ്സ് കൂടിയിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് വിജയണ്ണനും മകനും തമ്മിലുള്ള പ്രശ്നം. ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്ന് അൺഫോളോ ചെയ്തു എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ മുമ്പ് അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതിനും ആർക്കും ഉറപ്പില്ല. പക്ഷേ പേരിൽ നിന്ന് V എന്ന ലെറ്റർ ഒഴിവാക്കി S ചേർത്തു എന്നുള്ളത് ശരിയാണ്. ചിലപ്പോൾ വിജയണ്ണനും മകനും തമ്മിൽ പ്രശ്നമുണ്ടാവാം. ഇതുപോലെ നമ്മൾ നോക്കിയാൽ മറ്റു ചില പോസ്റ്റുകൾ വരുന്നുണ്ട്. മകനും വൈഫും വിജയണ്ണന്റെ സ്വത്ത് കൈക്കലാക്കാൻ അല്ലെങ്കിൽ DMK പാർട്ടി പൈസ കൊടുത്തിറക്കിയതാണ്. പക്ഷെ നമ്മൾ റിയാലിറ്റി നോക്കിയാൽ വിജയണ്ണന്റെ വൈഫിന് പൈസയുടെ ആവശ്യമില്ല. അവർ വളരെ റിച്ചസ്റ്റ് ആയ ഒരു ലണ്ടൻ ബിസിനസ് ഫാമിലിയിൽ നിന്നുള്ളതാണ്. അടുത്തതാണ് വിജയണ്ണന്റെ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നം. അതായത് വിജയണ്ണന്റെ പാർട്ടി മെമ്പേഴ്സിൽ പലരും പാർട്ടിയിൽ നിന്ന് ലീവ് ആവുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് പാർട്ടികൾ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചേർഡ് പാർട്ടിയാണ്. അവിടെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അവർക്കൊരു പ്ലാനിംഗ് ഉണ്ട്. എന്നാൽ വിജയണ്ണന്റെ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് വിജയണ്ണൻ മാത്രമാണ്. എല്ലാം വിജയണ്ണനെ ഡിപ്പെൻഡ് ചെയ്താണ്. അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ലീവ് ആവുന്നു. അവസാനത്തെ പ്രശ്നമാണ് സിനിമ. വിജയണ്ണന്റെ ലാസ്റ്റ് മൂവി നിലവിൽ ബ്ലോക്കാണ്. സിനിമയിൽ പൊളിറ്റിക്കൽ കണ്ടന്റ്സും പൊളിറ്റിക്കൽ ഡയലോഗ്സും ഉള്ളത് കൊണ്ട് സിനിമയ്ക്ക് സെൻസർ ബോർഡ് കട്ട് ആവശ്യപ്പെട്ടു. ഇനി സിനിമ വീണ്ടും റീ എഡിറ്റിംഗ് ചെയ്ത് വീണ്ടും റിവ്യൂവിന് വേണ്ടി അയക്കണം. ഈ ഒരു സിനിമ ചിലപ്പോൾ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വക മറ്റൊരു ഡിലേയും സിനിമയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കിയാൽ ഇത് കഴിഞ്ഞ വീഡിയോയിലെ രാജമൗലിയുടെ കേസ് പോലെയല്ല. നമുക്ക് കറക്റ്റായി പറയാൻ കഴിയും. പൊളിറ്റിക്സിന് ശേഷമാണ് വിജയണ്ണന്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്ന് വിജയണ്ണന് ഒരുപാട് എനിമീസ് ഉണ്ട്. വിജയണ്ണൻ എന്ത് കാര്യം ചെയ്താലും അത് വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രഷറുമുണ്ട്. ഇതിൽ നിന്നെല്ലാം വിജയണ്ണൻ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.